കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ. അതുകൊണ്ട് വിരുന്നുകാരനായി നേരത്തെ വരാമെന്ന് നമുക്കറിയാം. ആ വിരുന്നുകാരൻ വരുമെന്ന് നമുക്കറിയാം, പക്ഷെ എപ്പോ വരുമെന്നറിയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുക്കി തയ്യാറാക്കണം. ആരാണ് വിരുന്നുകാരൻ? അലൈഹിസ്സലാം കടന്നു വരോ, എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. അസ്റാഈല് വിരുന്നുകാരനായി വീട്ടിലേക്ക് തന്നെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. അല്ലാഹ്, അത് റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് വിരുന്നുകാരൻ വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ട വിഭവങ്ങൾ ഏതാ? അതൊന്ന് നിസ്കാരമാണ്, അതൊന്ന് സ്വലാത്താണ്, കർമ്മങ്ങളാണ്, ആരാധനയാണ്, റബ്ബിനോട് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. ഒരു മിനിറ്റ് പോലും അസ്റാഈൽ ബാക്കി തരില്ല, ഒരു സമയം പോലും അസ്റാഈൽ ബാക്കി തരില്ല. എന്റെ കോടാലി എന്ന ദേശത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ വാപ്പ, എന്റെ ഉമ്മ, ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് റബ്ബിനോട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമത്രേ, അല്ലാഹ് ഒരു മിനിറ്റ് തന്നാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആരാധനയോടുകൂടെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ശുക്ർ ചെയ്യാം റബ്ബേ എന്ന് നമ്മൾ പറയുമത്രേ, എന്ന് നമ്മൾ ചോദിക്കുമത്രേ. പക്ഷേ അല്ലാഹ് പറയുകയാണ്, ഒരു മിനിറ്റ് പോലും നമുക്ക് തരില്ല, ഒരു സെക്കൻഡ് പോലും നമുക്ക് തരില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, രണ്ട് ടൈമിലാണ് തൗബ സ്വീകരിക്കാത്തത്, രണ്ട് ടൈമിൽ തൗബ സ്വീകരിക്കുകയില്ല. ഒന്നേതാ? പടിഞ്ഞാട്ട് നിന്ന് സൂര്യൻ ഉദിച്ചാൽ, പടിഞ്ഞാട്ട് നിന്ന് സൂര്യൻ ഉദിച്ചാൽ ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. പിന്നെ ഏതാണ്? ഈ ലോകത്തോട് ഇവിടെ പറയുന്ന നേരമുണ്ട്, അസ്റാഈൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്ന ഒരു നേരമുണ്ട്. അല്ലാഹുവേ, ആ ടൈമിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ തൗബ ചെയ്താ അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അസ്റാഈൽ എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മരണത്തിന്റെ നേരം, മരിക്കുന്ന നേരത്ത്, മരണാസന്നമാകുമ്പോ നമുക്ക് പറയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മൻ കാന ആഖിറ കലാമഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ അവൻ സ്വർഗ്ഗത്തിന്റെ പർദീസയിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെന്നു എന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. നമ്മൾ വന്നപ്പോൾ കരഞ്ഞു, നമ്മൾ ഈ ലോകത്തോട്, ഈ ലോകത്തേക്ക്, ഈ ദുനിയാവിലേക്ക് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ കടന്നു വന്നതാ. വെറുതെ നമ്മൾ ഒരുപാട് നമ്മുടെ മാതാപിതാക്കളൊക്കെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവരാണ്. ഇൻഷാ അല്ലാഹ് ചിരിച്ചുകൊണ്ട് പിരിയാൻ അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇബ്നു ആദം ബാക്കിയ ഒരാൾ കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കടന്നു വന്നത് കരഞ്ഞുകൊണ്ടാണ്. മറ്റുള്ളവർ ചിരിച്ചു. നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോ മറ്റുള്ളവർ കരയും, നമ്മുടെ ബന്ധക്കാര് കരയും, നമ്മുടെ കൂട്ടുകാർ കരയും. ഈ കൂട്ടുകാരും ബന്ധക്കാരും കരയുമ്പോ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു മടങ്ങാൻ അതിന് തൗഫീഖ് നൽകട്ടെ, അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉറക്കാമെന്ന് പറയണം. സഹകരിക്കൂലേ? സഹകരിക്കൂലേ? എല്ലാവരും കൈബന്ധിച്ച് അതുകൊണ്ട് തൃശ്ശൂരാരല്ലേ ഉഷാറാണ്, പൂരത്തിന്റെ നാടാണ്. അതുകൊണ്ട് പുഞ്ചിരിച്ചു ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോഴും ഫാത്തിമ എന്നിവിടുന്ന് പങ്ക് വിളിക്കുന്ന ഒരു മോനോട് ചേർത്ത് വെച്ചുകൊണ്ടില്ല തിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഭാരതന്മാരായ ആളുകളെ, ഇവരൊക്കെ ഈ ലോകത്തോട് വിട പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ടാണ് മടങ്ങിയത്, പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ്
रोशन है इस जुल्मात में जिस तरह तारे चमकते हैं अंधेरी रात में। अल्लामा इकबाल पढ़ गया पढ़ने वालों की जब रोशन है इस जुल्मात में जिस तरह तारे चमकते हैं अंधेरी रात में। അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ റബ്ബിന്റെ മാർഗ്ഗത്തിലെ മരിച്ചു പോകുന്ന ആളുകൾ മരണപ്പെടുന്ന ആളുകൾ അവരുടെ നെറ്റിത്തറ അന്ധകാരത്തിൽ വെട്ടിത്തിളങ്ങുന്നതാണ്. അതായത് ഇരുട്ടാർന്ന ഈ രാത്രിയില് വാനലോകത്ത് ആകാശ നീലിമയിൽ ആകാശ കറുത്തിരണ്ട ആകാശത്ത് നിന്ന് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ നക്ഷത്രത്തെ പോലെ തിളങ്ങുമെന്ന് ഷഫീ അവിടുന്ന് അല്ലാമാ ഇഖ്ബാൽ അവിടുന്ന് പാടുകയാണ്. രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം അതിന്റെ ആ തിളക്കം പോലെ അവരുടെ മുഖം അവരുടെ അവതരം അവിടുന്ന് വെട്ടിത്തിളങ്ങുമെന്ന് അല്ലാമാ ഇഖ്ബാൽ പാടിപ്പോവുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിരിച്ചുകൊണ്ട് മരിക്കലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നിസ്സാരമുള്ള കാര്യമില്ല. ഇസ്രായേൽ വന്നിട്ട് എടിപടി സംഭവം നടക്കൂല. പെട്ടെന്ന് വിളിച്ചിട്ടൊന്ന് വേഗം പിടിച്ചങ്ങ് പോകലൊന്നുമല്ല. പിടിക്കുന്ന ടൈമില് ഓരോന്നും കാലിന്റെ കാലിൽ നിന്ന് നമ്മുടെ റൂഹ് പിടിക്കാൻ തുടങ്ങും. കത്തിരിക്കട്ടെ. അതാകും മരിക്കുമ്പോൾ നേരാവണ്ണം മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ നമുക്കറിയണം, നന്മ ചെയ്തിട്ടും ഒരുപാട് കാലം നിസ്കരിച്ച ആളുകളുണ്ട്. തഖ്വയിലൂടെ ഒരുപാട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ. ഇവരൊക്കെ അവസാന നാൾ പോലും നേരാവണ്ണമാകാതെ ചെയ്ത ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ്, ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ നിങ്ങളെ എല്ലാം ഇല്ലാതെയാകും. കാത്തിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു നന്മ, ചിലപ്പോൾ ആ നന്മ കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താം. നമ്മളിവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കേണ്ടത് എപ്പോഴാണ് അല്ലാഹുവാണ് കാരുണ്യവാനായ റബ്ബ്, കരുണാനിധിയായ റബ്ബ്. ആ റബ്ബ് 100 ആളുകളെ കൊന്നവൻ, 100 ആളുകളെ കൊന്ന ആൾ സ്വർഗത്തിലേക്ക് കടന്നല്ലോ. നമുക്ക് ആ ചരിത്രം അറിയാം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്നതാണ്. അല്ലാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നതാണ്. പക്ഷേ നമ്മളൊക്കെ തൗബ ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മൾ ഇനി ചെയ്തു പോയ ഹറാം, ചെയ്തു പോയ കാര്യങ്ങൾ ഇനി അതിലേക്ക് ഞാൻ മടങ്ങില്ല, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ. ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടിയിട്ടാണ്, അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്ക് നേരാവണ്ണം ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അസ്രായീൽ വരും നമ്മുടെ റൂഹ് പിടിക്കും. ആ പിടിക്കുന്ന ടൈമിൽ വല്ലാത്ത വേദനയാണ്. ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹ് ഐഷാ ബീവി പറയാ, മരണാസന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു പാത്രമുണ്ടായിരുന്നത്ര. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടായി. ഈ വെള്ളം എടുത്തിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നെറ്റിത്തടത്തോട് ഈ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ തടവുമായിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുമ്പോൾ അസ്രായീൽ റൂഹ് പിടിക്കുമ്പോൾ സമ്മതം ചോദിച്ചിട്ടേ റൂഹ് പിടിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ സമ്മതം തേടിയിട്ടേ റൂഹ് പിടിച്ചിട്ടുള്ളൂ. വല്ലാത്ത വേദനയാണ്. അസ്രായീലിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്രായീലേ മെല്ലെ വിളിക്ക്, അസ്രായീലേ മെല്ലെ വിളിക്ക്, അസ്രായീലേ കഴിയുന്നില്ല, മെല്ലെ വിളിക്ക് അസ്രായീലേ എന്ന് പൊട്ടിക്കരയുന്ന നബിയോട്, അവിടുന്ന് കരയുന്ന നബിയോട് അവിടുന്ന് മെല്ലെ വിളിക്കുന്ന അസ്രായീലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രായീൽ പറയുകയാണ്, നബിയേ അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് വെണ്ണയിൽ നിന്ന് ഒരു നെയ്യിലൊരു മുടിനാര് വീണാൽ, ഈ നെയ്യ് എന്തെങ്കിലും ഒരു എണ്ണപാത്രത്തിൽ മുടിനാര് വീണ് നമ്മൾ മെല്ലെ വിളിക്കില്ല, അത് വലിച്ചാലും അത് നല്ല നിർമ്മമായ രീതിയിലാണ് വരിക. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ ഹബീബേ അങ്ങയുടെ റൂഹ് പിടിക്കുന്നതെന്ന് അസ്രായീൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്. മുഅ്മിനേ, നമ്മൾ ചെയ്ത തെറ്റുകളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പലിശക്ക് പണം കൊടുത്തവരാണ്, തെറ്റ് നമ്മൾ ചെയ്തവരാണ്, പലിശക്ക് പണം നമ്മൾ വാങ്ങിയതാണ്, ഒരുപാട് നിജമായ വിചരിച്ചവനാണ്, കള്ളു കുടിച്ചവനാണ്. അതുപോലെ തന്നെ
ചീത്ത പറഞ്ഞവനാണ്, മാതാപിതാക്കളോട് നന്മയോടുകൂടെ വർത്തിക്കാത്തവനാണ്, ഇങ്ങനെയുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവനാണ്. റബ്ബേ, ഇന്നല്ലെങ്കിൽ റബ്ബേ ഒരു ടൈമിൽ അസ്രായീൽ വരുമ്പോ എന്നെ പിടിക്കുന്ന വേദന അത് എത്രത്തോളമാണ്. അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ റഹ്മാനേ, കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് മരണാസന്ന സമയത്ത് വല്ലാത്ത വേദനയാണ്, കാത്തിരക്ഷിക്കട്ടെ. അസ്രായീൽ അലൈഹിസ്സലാമിനോട് റബ്ബ് ചോദിച്ചു, അല്ല അസ്രായീൽ, ഒരുപാട് ആളുകൾ റൂഹ് പിടിച്ചു, ഒരുപാട് മനുഷ്യന്റെ റൂഹ് പിടിച്ചതാണ്. അല്ല അസ്രായീൽ, നിനക്കേതാണ് ഏറ്റവും കൂടുതൽ വേദനാജനകമായത്, ഏത് സന്ദർഭമാണെന്ന് റബ്ബ് ചോദിച്ചപ്പോൾ അസ്രായീൽ പറയുകയാണ്, 3 സന്ദർഭങ്ങളാണ്. അസ്രായീൽ പറഞ്ഞു, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ്. രണ്ടാമതായിട്ട് എനിക്ക് വേദന ഉണ്ടായത് ആഴക്കടലിലൂടെ തിരയടിക്കുമ്പോ ആ ആഴക്കടലിലൂടെ നടന്നു നീങ്ങുന്ന കപ്പൽ ഇങ്ങനെ പോവുകയാണ്, ആഴക്കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാറ്റ് വന്നു, കപ്പലിങ്ങനെ ആടി ഉലയുകയാണ്. ഏത് ദിശയിലേക്ക് കപ്പലിനെ കൊണ്ടുപോകണമെന്ന് കപ്പിത്താൻ അറിയില്ല. ഏത് ദിശയിലേക്കാണ് തന്റെ കപ്പലിനെ മറിക്കാൻ തന്റെ കപ്പിത്താൻ അറിയില്ല. എവിടേക്ക് പോകുമെന്നറിയില്ല. വലത്തോട്ട് തിരിച്ചാൽ ചിലപ്പോൾ കപ്പൽ ചിലപ്പോൾ ഇടത്തേക്ക് പോകും. അതുകൊണ്ട് കടല് വല്ലാതെ ശോഭിക്കുകയാണ്, വല്ലാതെ കാറ്റടിക്കുകയാണ്. കപ്പലിപ്പോ ഈ പൊട്ടിത്തകരോ, കപ്പലി കടലിലെ ആഴക്കടലിൽ പൊട്ടിത്തകരുകയാണ്. ഈ കപ്പലിൽ യാത്രക്കാരുള്ള ഗർഭിണിയായ ഒരു ഉമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരിയെ അവിടുന്ന് പൊട്ടിത്തകരുകയാണ്. ഈ പെണ്ണ് പ്രസവിക്കാനായി. ഈ കപ്പല് പൊട്ടിത്തകരുന്നതിന് മുമ്പ് ഈ പെണ്ണ് പ്രസവിച്ചു. തന്റെ കയ്യിലതാ തന്റെ ചോര പൈതലാണ്. ഈ ചോര പൈതലിനെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകൂ. ഒരുപാട് ആശയുണ്ട്, അഭിലാഷങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ തന്റെ മകനോട് പൂവണിയിക്കാറ്, ഈ സ്വപ്നങ്ങളോട് കൂടെ ഈ മകനോട് ഒന്ന് ഉത്തരവിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ദുആ ചെയ്യുന്ന ഈ മാതാവ് ഈ പിന്നെ എന്റെ മകനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ടൈമിലത് തന്റെ കപ്പലിന്റെ ഒരു പലക കടന്നു വരികയാണ്. ഈ പലകയിൽ കിടത്തിയിട്ട്, ഈ പുല്ലുമാറ കിടത്തിയിട്ട് റബ്ബിനോട് ഈ മാതാവ് ദുആ ചെയ്തത്ര, എന്റെ മകനെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, എന്നെ നീ കാത്തിരക്ഷിക്കണേ, നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇനി എന്റെ കൈകളാണ് ഈ ആഴക്കടലിൽ വെച്ചിട്ട് എനിക്കൊന്നും പറ്റില്ല. എന്റെ മകനെ രക്ഷപ്പെടണേ. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്റെ മകനെ രക്ഷപ്പെടണമെന്ന് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച മാതാവ് ഈ കപ്പല് തകർന്നു പോവുകയാണ്. ഈ തകർന്നു പോകുന്ന ടൈമിലാണ് മാതാവിന്റെ റൂഹ് പിടിക്കാൻ അസ്രായീലിനോട് പറയുകയാണ്, കൽപ്പിക്കുകയാണ് റബ്ബ്. അസ്രായീൽ ചെന്നു മാതാവിന്റെ റൂഹ് പിടിക്കാൻ. നോക്ക്, മകൻ എവിടെ എത്തണമെന്നറിയില്ല, മകൻ എവിടെ പോകുമെന്നറിയില്ല, മകൻ ഏത് കരയിലേക്ക് അടുക്കുമെന്നറിയില്ല. ചോര പൈതലിനെ യാത്രയാക്കിയ ഒരു ഉമ്മയുടെ നൊമ്പരമാ. ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് അസ്രായീൽ കടന്നു വരുമ്പോ റബ്ബിനോട് അസ്രായീൽ പറയുകയാണ്, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ റൂഹ് പിടിച്ചതിൽ എനിക്ക് രണ്ടാമതായിട്ട് വേദനാജനകമായത് ഈ ഉമ്മയുടെ റൂഹ് പിടിക്കുമ്പോഴാണ്. നിങ്ങളെ അതുകൊണ്ട് ഇസ്രായേലിനോട് മൂന്നാമതായിട്ട് റബ്ബ് ചോദിച്ചു, ഇനി ആരാണ്? ഇസ്രായേൽ പറയുകയാണ്, മൂന്നാമതായിട്ട് എനിക്കുണ്ടായത് സന്ദർഭം ഒരു നാട്ടിലെ വലിയൊരു രാജാവാണ്, ശദ്ദാദ് എന്ന രാജാവാണ്. ഈ ശദ്ദാദ് രാജ്യത്ത് വലിയ ധനാഢ്യനായ ഒരുപാട് സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിക്കുന്ന ഈ രാജാവിന്റെ അടുക്കിലേക്ക് അധികനായ ഒരാൾ കടന്നു വരികയാണ്. ഇയാൾ കടന്നു വന്നുകൊണ്ട് രാജാവിന്റെ സവിധത്തിൽ നിന്ന് രാജാവിനോട് പറഞ്ഞിത്രല്ലേ, രാജാവേ, നിങ്ങൾ ഇങ്ങനെ സുഖാഡംബരങ്ങളോടുകൂടി ജീവിച്ചാൽ മതി,
മതിയോ? നിങ്ങൾ ഈ സൗകര്യങ്ങളോട് കൂടെ ജീവിച്ചാൽ മതിയോ? നിങ്ങൾക്ക് നാളെ പരലോകത്ത് പോകണ്ടേ? നിങ്ങൾക്ക് നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടേ എന്ന് രാജാവിനോട് ചോദിക്കുകയാണ്. രാജാവിനോട് ചോദിക്കുന്ന ടൈമില് രാജാവ് പറയുകയാണ്, നിങ്ങൾ പറയുന്ന സ്വർഗമേതാ? സ്വർഗത്തെ പറ്റിയിട്ട് ദേഹം മുടങ്ങ പറയുകയാണ്, കുടിക്കുന്ന ജലമില്ലേ കേർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാ പ്രിയാതെ തന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടാ കള്ളാറ്. സ്വർഗത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ തേനുണ്ട്, പാലുണ്ട്, അതിന്റെ അരുവികളുണ്ട്, അതിന്റെ പുഴയുണ്ട്, തരുണീമണികളായ ആളുകളുണ്ട്, തരുണീമണികളായ ആളുകളെല്ലാം ഉണ്ട്, പെണ്ണുങ്ങളുണ്ട് എന്നെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ശബ്ദാദി ആളോട് ഈ സഹോദരനോട് പറയുകയാണ്, ആ സ്വർഗം ഞാൻ എന്റെ രാജ്യത്തുണ്ടാക്കും. നിങ്ങൾ പറഞ്ഞ സ്വർഗം ഞാൻ രാജ്യത്തുണ്ടാകും. ധിക്കരിക്കുകയാണ്. ധിക്കരിച്ചുകൊണ്ട് കടന്നു ചെന്ന ശദ്ദാദ് വാശിയോടുകൂടെ ഒരു വലിയ ഒരു മണിമാളിക സൃഷ്ടിച്ചു, ഒരു മണിമാളിക ഉണ്ടാക്കി. ആ മണിമാളികകളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഒരു 2 കുളങ്ങൾ ഉണ്ടാക്കി. ഒരു പാഴം നിറച്ചു, തേനും നിറച്ചു. അത്ര വലിയ ധനാഢ്യനായിരുന്നു. ഒക്കെ ഉണ്ടാക്കി. രാജ്യത്ത് സുന്ദരിമാരായ ഒരുപാട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് തന്റെ കൊട്ടാരങ്ങളിൽ, തന്റെ ബംഗ്ലാവിൽ ഇവിടുന്ന് ആർത്തുല്ലസിക്കുകയാണ്. ഈ ഒരു രാജ്യം, ഈ ഒരു കൊട്ടാരം ഈ രാജ്യത്തുണ്ടാക്കി. ഈ കൊട്ടാരം, ഈ ബംഗ്ലാവ് കാണിച്ചു കൊടുക്കാൻ ഈ രാജാവിന് മോഹമായി. ഈ രാജാവിന് മോഹമായപ്പോ അവിടുന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വരണം, നിങ്ങൾ വരണം, ഞാൻ ഉണ്ടാക്കിയ സ്വർഗം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടുക്കിലേക്ക് വന്ന സഹോദരനുമായി ബംഗ്ലാവിലേക്ക് കടന്നു ചെല്ലുമ്പോ, അങ്ങനെ ആ ബംഗ്ലാവിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ കവാടമെത്തിയപ്പോ അവിടുന്ന് പെട്ടെന്ന് തന്നെ അവരുടെ റൂഹ് പിടിക്കാൻ, അതിന്റെ റൂഹ് പിടിക്കാൻ അവിടുന്ന് അസ്രായേലിനോട് കൽപ്പന കൊടുക്കുകയാണ്. കാരണം ഇദ്ദേഹം ഉണ്ടാക്കി തീർത്ത തന്റെ ഈ ഭവനം, ഈ കൊട്ടാരം, ഈ ബംഗ്ലാവ് തന്നോട് സ്വർഗത്തിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റബ്ബിനെ കുറിച്ച് ആരാധിക്കണേ, അല്ലാഹനെ കുറിച്ചൊന്ന് ഓർക്കണേ. നിങ്ങൾ ഇവിടെ വന്നത് ഈ ദുനിയാവിലെ ജീവിതം സുഖസൗകര്യങ്ങളോട് കൂടെ ജീവിക്കാതെ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൊണ്ട് നാളെ ഒരു ബർസഖിയായ ഒരു ജീവിതം, നാളെ ഒരു പരലോകം, നാളെ ഒരു മഹ്ശറ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നാവണേ എന്ന് ഉപദേശിച്ചിരുന്ന തന്റെ സഹോദരന് തന്റെ കൊട്ടാരം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റിയില്ല. ഇതാണ് മൂന്നാമതായിട്ട് അസ്രായേലിന് ഉണ്ടായത് എന്ന് അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് അസ്രായേൽ കടന്നു വരുമ്പോൾ നേരാവണ്ണം നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ നാളെ ബർസഖിയായ ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാളെ നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. എല്ലാവരും ഈ ലോകത്തോട് വിട പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ മന്നാനെ. അല്ലാഹുവേ, നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. അതുകൊണ്ട് നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് ഖബറിലേക്ക് ചെല്ലും. ഖബറിലെ അവസ്ഥയും ഭയാനകമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മളെല്ലാം കഴിഞ്ഞ് നാളെ മഹ്ശറയുടെ മുറ്റത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. നാളെ വിചാരണയ്ക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു. നാളെ ഖബറിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാപ്പല്ല, ഉമ്മല്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല, ആരുമില്ലാതെ നമ്മൾ ഒറ്റക്കാണ്. ആ ഖബറിന്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്കാണ്. ഖബറിന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന. തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് ഖബറിലെ ജീവിതവും നമുക്ക് കഴിച്ചു തീർക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് രക്ഷ വേണം. അതുകൊണ്ട് ദുനിയാവിൽ നന്മ ചെയ്യും. ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ നമുക്ക്
ആരാവണ്ണം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തേക്കാം. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നന്മ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹു നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. അല്ലാഹു പൊരുത്തപ്പെട്ടു തരട്ടെ. കാരുണ്യവാനാണവൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഈ സംഘാടനം, ഈ എൻ്റെ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSSF ചുണക്കുട്ടികൾ, എൻ്റെ പ്രിയമുള്ളവർ, ഇവിടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവർ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ അകമണിഞ്ഞുകൊണ്ട് സഹായിക്കണം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാം ഒക്കെ അതിലേക്ക് അകമണിഞ്ഞുകൊണ്ട് സഹായിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. റഹ്മാനായ റബ്ബ് നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. അതുകൊണ്ട് പ്രസംഗിയായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിനെ ഓർത്ത് കരയുമത്രേ. ഖബറിനെ ഓർത്ത് കരയുമത്രേ. തന്റെ ആളുകൾ ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഖബറിനെ ഓർത്ത് കരയുന്നത്? മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഖബർ എന്ന് വെച്ചാൽ നാളെ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ട ആദ്യപടിയാണ് ഖബർ. അതുകൊണ്ട് ഖബറിലേക്ക് ഞാൻ കടന്നു ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് ഖബറിനെ ഓർത്ത് ഞാൻ കരയുന്നത്. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടതിന്റെ ആദ്യപടിയാണ്, ആദ്യത്തെ കടമ്പയാണ്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായി. പിന്നെ സിറാത്ത് പാലം കടക്കാം, പിന്നെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഖബറിൽ നമുക്ക് രക്ഷ വേണം. നാളെ റബ്ബിന്റെ അടുക്കലേക്ക് ഈ ലോകമെല്ലാം ഇല്ലാതെയായിക്കൊണ്ട് എല്ലാവരും പോകുന്ന മഹ്ശറ, എല്ലാവരും ഓടിയെടുക്കുന്ന മഹ്ശറ, ആ പരലോകത്തേക്ക്, ആ ജീവിതത്തിലേക്ക്, ആ ഒരു മറ്റൊരു ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഇദാ സിൽസിലത്തിൽ അർള് സിൽസാലഹാ വഅഖറജത്തിൽ അർള് അസ്ഖാലഹാ. ഈ ലോകം പ്രകമ്പനം കൊള്ളുന്ന ഒരു കാലം വരാനുണ്ട്. ഈ ലോകത്തെല്ലാം ഇല്ലാതെയാകുന്ന ഒരു കാലം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലം കടന്നു വന്നാൽ മരിച്ചുപോയ ആളുകളൊക്കെ എഴുന്നേറ്റവർ പോകുമത്രേ. എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് അവരവിടെ കൂടിയിരിക്കുമത്ര. മഹ്ശറ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമെന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ? അവിടുന്ന് ചോദിച്ചു, അഹുനാ തുഖ്ശറൂ, എവിടെയാണ് നാളെ മഹ്ശറ ഉണ്ടാവുക? എവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ, ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ായിരിക്കാം ചിലപ്പോ മഹ്ശറ ഉണ്ടാവുക. ഇന്നത്തെ സിറിയയും അതുപോലെ തന്നെ ഫലസ്തീനും ഒക്കെ ഒരുമിച്ച് കൂടിയ ആ ഷാമിലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകട്ടെ. അതുകൊണ്ട് മഹ്ശറ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊന്നും ഉണ്ടാകില്ല. നമ്മൾ ലജ്ജയോടുകൂടെ, നമ്മൾ വല്ലാതെ നാണത്തോടുകൂടെ കടന്നു ചെല്ലുമത്രേ. ഒരുപാട് സമ്പത്തുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടായാൽ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഒരുപാട് ആളുകൾ ഇതിലേക്ക് സഹായിക്കാറില്ല. ചെയ്യുന്ന സ്വതക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ്ഗത്തിലാക്കട്ടെ, സ്വർഗീയ ആരാമത്തിലാക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാളെ നമ്മൾ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. ഒരു ഇളവ് പോലും റബ്ബ് നമുക്ക് തരില്ല. നാളെ സമ്പത്തുണ്ട്, പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യും? സമ്പത്തുണ്ട്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതി ഒരുപാട് കോടികളെല്ലാം ഉണ്ടാക്കി നടക്കുന്ന ആളുകൾ ഇവരൊക്കെ ലോകത്തോട് വിട പറയും. നാളെ അവർ കടന്നു ചെല്ലുന്നത്, മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുന്നത് പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പലിശ വാങ്ങുന്നവര്, അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ചിലവാക്കുക. ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടിയിട്ട് നമ്മളത് ചിലവാക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾ, സകാത്ത് കൊടുക്കാത്ത ആളുകൾ, പാവപ്പെട്ടവനെ സഹായിക്കാത്ത ആളുകൾ നാളെ മഹ്ശറ ലോകത്തേക്ക് കടന്നു വരുന്നത്, അവര് നാളെ കടന്നു വരുന്നത് തന്റെ കഴുത്തിൽ സർപ്പവുമായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരിക എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുഅ്മിനേ, അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് അത് നല്ലതിന് വേണ്ടിയിട്ട് ചിലവഴിക്കലാണ്.
മുഹരിമായിരിക്കെ തന്റെ അതിന്റെ ഉംറ ചെയ്യുമ്പോ ഹജ്ജ് ചെയ്യുമ്പോ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ ഇഹ്റാം കെട്ടിയതുപോലെ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമെന്ന് അവിടുന്ന് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് ചൊല്ലിയിട്ട് മഹ്ശറിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് മഹ്ശറിൽ നമുക്ക് രക്ഷ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുമത്രേ, അല്ല എപ്പോഴാണ് ഇതിന്റെ ഒരു ടൈം കഴിയുക? എപ്പോഴാണ് ഈ വിചാരണ കഴിയുക? എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പിതാവിനെ നമ്മൾ കാണോ, പിതാവിനെ നമ്മൾ കാണോ, നമ്മുടെ ഭാര്യയെ നമ്മൾ കാണോ, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ കാണോ, നമ്മുടെ മക്കളെ നമ്മൾ കാണോ, പക്ഷെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇഖ്ബാൽ പാടിയത്, ഹിസാബ് ജബ് മേരെ പേശ് ഹോ ദഫ്തരെ അബ്ദി ശർംസാർ ഹോ മുജ്കോ ശർംസാർ കർ. അല്ലാമ ഇഖ്ബാൽ പാടുകയാണ്, നാളെ ഒരു വിചാരണയുടെ ദിവസം എന്റെ പ്രവർത്തന പട്ടിക പരിശോധിക്കുമ്പോ ഞാനവിടെ ലജ്ജിതനാകും, നിങ്ങളും അവിടെ ലജ്ജിതനാകും, ഞാനവിടെ ലജ്ജിതനാകുമെന്ന്. നിങ്ങൾക്കും ലജ്ജയുണ്ടാകും, എനിക്കും ലജ്ജയുണ്ടാകുമെന്ന് അല്ലാമ ഇഖ്ബാൽ പാടിപ്പോവുകയാണ്. നിങ്ങളെ ഒന്ന് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കവിയോടൊന്ന് പറഞ്ഞത്, ഖുദാ കോ റൂബറൂ ജിസ്നെ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേटे കാ ബേटे ബാപ്പ് കാ ഹോഗാ. ഇങ്ങനെ ഒരു നാൾ വരാറുണ്ട്, തന്റെ വാപ്പ മകനെ നോക്കൂല, മകന് വാപ്പാനെ നോക്കൂല, ഭാര്യ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം വരാറുണ്ട്. മഹ്ശറിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് വേണ്ടിയിട്ട് നാളെ അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരേ ഒരാളേ അതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് മുത്തുനബിയെ നമുക്ക് വേണ്ടി കരയുള്ളൂ. അവസാന നിമിഷം പോലും ഉമ്മത്തി യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് കരഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. മുഅ്മിനീങ്ങളെ, നാളെ നമുക്ക് രക്ഷ വേണം, നാളെ നമുക്ക് രക്ഷ വേണം. അല്ലാഹു രക്ഷ നൽകട്ടെ, അല്ലാഹു രക്ഷ നൽകട്ടെ. മുഅ്മിനീങ്ങളെ, 4 ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഷഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു ചോദ്യം റബ്ബ് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഒരു അടി മുന്നോട്ട് പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലും. ഷഫാഅത്തിന് വേണ്ടിയിട്ട് ആദം നബി അലൈഹിസ്സലാം പറയും, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ അല്ലാഹു, എൻ്റെ രാജാതിരാജനായ റബ്ബ് എന്നെ സ്വർഗ്ഗത്തിലാണ്, ഞാൻ സ്വർഗ്ഗത്തിലായിരുന്നു, എന്നെ ഒരു പഴത്തിന്റെ മേൽ വിലക്കേർപ്പെടുത്തി ആ പഴം കഴിക്കരുത് എന്ന് എന്റെ റബ്ബിനോട് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ റബ്ബ് പറഞ്ഞതിന്റെ റബ്ബിനോട് പറഞ്ഞതിന് ഞാൻ അത് മാറ്റിക്കൊണ്ട് ഞാൻ റബ്ബ് പറഞ്ഞതോർക്കാതെ ഞാൻ ആ പഴം കഴിച്ചതിന്റെ പേരിൽ തന്നെ ആ പഴം കഴിച്ചത് ഞാൻ റബ്ബിനോട് ചെയ്തതൊരു തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റിന്റെ പേരിൽ നാളെ എന്നെ രക്ഷിക്കപ്പെടുമോ എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്ന് അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ എന്നിട്ട് ചോദിക്കത്രേ, നബിയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ശുപാർശ ചെയ്യണം. നബിയോട് പറയുന്ന ടൈമിൽ നബിയോട് നമ്മളോട് പറയില്ല, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാത്തില്ല എന്നൊന്നും പറയാതെ റബ്ബിനോട് ദുആ ചെയ്യുമത്രേ. അല്ലാഹുവിനോട് സുജൂദിലായി സാഷ്ടാംഗത്തിലായി റബ്ബിനോട് ദുആ ചെയ്യും. റബ്ബിനോട് പറയും, എൻ്റെ ഉമ്മത്ത്. റസൂലുള്ളാഹിനോട് ചോദിക്കും, എന്താണ് എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കരയുമത്രേ. അതുകൊണ്ട് തന്നെ റബ്ബ് പറയും, വിചാരണയുണ്ട്, വിചാരണ
കൂടി അങ്ങോട്ട് കടന്നു പോകാം. നന്മ ചെയ്തവർക്ക് സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്തവർക്ക് നരകത്തിൽ പോകാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വർഗീയ ആരമാണല്ലോ, സ്വർഗം തന്നെയല്ലേ വേണ്ടത്? വേണ്ടേ? സ്വർഗം വേണ്ടേ? തൃശ്ശൂരാർക്ക് സ്വർഗം വേണ്ടേ? വേണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. ഇവിടെ കുറച്ച് സീറ്റ് ഒഴിവുണ്ട്. ആ നിൽക്കുന്ന ആളുകൾക്ക് കഴിയുമെങ്കിലൊന്ന് നമ്മുടെ സാസിൽ ഗ്യാലറിയിൽ ഒന്നിറങ്ങി ഗ്രൗണ്ടിലേക്ക് ഒന്നിറങ്ങിയത് ഗ്യാലറി നിൽക്കാതെ കഴിയുന്ന ആളുകളൊക്കെ ഈ സീറ്റിലേക്ക് വന്നിരിക്കുക. റഹ്മാനായ സ്വീകരിക്കട്ടെ, നാം സ്വീകരിക്കട്ടെ. ഇവിടെ നിന്ന് ഇരിക്കുന്ന ഒരു ബർക്കത്ത്, ഇവിടെ നിന്ന് ഇരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു പ്രതിഫലം അവിടെ നിന്നവിടെ ഉണ്ടാകില്ല, റോഡിൽ നിന്നും ആ വരാന്തയിൽ നിന്നാലും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദുനിയാവിലെ സ്വർഗം അതിലൊന്ന് എണ്ണപ്പെട്ടതിൽ ഒന്ന് ഇൽമു പറയുന്ന നന്മ പറയുന്ന മജ്ലിസാണ്. അതുകൊണ്ട് ഇതിൽ കിട്ടേണ്ട ഒരു പ്രതിഫലം, ഇതിൽ കിട്ടേണ്ട ആ ഒരു ബർക്കത്ത് അത് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അതവിടെ ഗാലറിയിൽ നിന്നാൽ കിട്ടില്ല. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ വന്നിരിക്കുക. റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും. ഇതിനു വേണ്ടി അല്ലേ, റബ്ബിന് വേണ്ടി ആരാധിക്കുന്നു, സ്വർഗം കിട്ടണം, അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാം, തൗബ ചെയ്തുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് മടങ്ങാം. മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആ നിസ്കാരം നമ്മളെപ്പോഴും നിസ്കരിക്കുക. നമസ്കാരം നമ്മുടെ പതിവാക്കിയാൽ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് ശഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹ്. നമസ്കാരം നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാം. നമുക്ക് നാളെ രക്ഷ അത് അല്ലാഹു വിചാരിച്ചാലേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നാളെ നമുക്കാർക്കും വേണ്ടി നമുക്കാരും കൂട്ടിന് വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, 3 സ്ഥലങ്ങളിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഇയാളെ കുറിച്ചിട്ടോ ഒന്നും ഓർക്കൂല. 3 സ്ഥലങ്ങളാണ്. ഐഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്രേ, ഐഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്രേ, 3 സ്ഥലങ്ങളിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ ഓർക്കില്ല ഐഷ. അതിലൊന്ന് ഏതാ? നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനരികെ അവിടുന്ന് ഒരാൾ മറ്റൊരാളെ നോക്കില്ല. അതുപോലെ തന്നെ എന്താണ് റബ്ബ് നമുക്ക് നൽകാം? വലത് കൈയിൽ കിതാബ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന്റെ വിചാരണ നടക്കുന്നത് വരെ ആരും ആരെയും ഒന്നും നോക്കൂല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന് മീതെയുള്ള പാലം, ആ പാലം കടക്കുമ്പോ സിറാത്ത് പാലം, ആ പാലം കടക്കുമ്പോ നമ്മൾ ആരും ഓർക്കൂല. അത് കാത്തിരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങളെ. സ്വന്തം ഉമ്മാനെ കണ്ടാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യൂല. ഉമ്മാനടുത്ത് ചെല്ലുത്രേ, ഉമ്മാനോട് പറയും, ഉമ്മ എന്നെ അറിയുമോ? ഞാൻ നിങ്ങളുടെ മകനാണ്, നിങ്ങൾ ആശിച്ചതുപോലെ ജീവിച്ചവനാണ്, നിങ്ങൾ സ്നേഹിച്ച മകനാണ്, നിങ്ങൾ വല്ലാതെ പോറ്റി വളർത്തിയ മകനാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മ ഞാൻ ആരാണെന്നറിയുമോ? ഉമ്മയോട് പറയുകയാണ്, ഉമ്മ ഞാൻ സ്വാലിഹാണ് എന്നൊക്കെ. നാളെ അക്ഷരയുടെ മുറ്റത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഓരോ ഉമ്മയോടും വാപ്പയോടും സഹോദരന്മാരോടും നമ്മൾ പറയുമ്പോ ഒരു ഉമ്മയും ബാപ്പയും അവിടുന്ന് പറയുന്നത്, ആ ഉമ്മ പറയുന്നത്, മോനെ നിന്നെ ഞാൻ നല്ല രീതിയിൽ പോറ്റി വളർത്തിയതാണ്, നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നഫ്സി 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 നഫ്സി. ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല ഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അവരോട് ഈ ഉമ്മ നാളെ പറയുമത്തെ നഫ്സി നഫ്സി ആരുണ്ടാകൂല, നമുക്കാരുണ്ടാകില്ല. എല്ലാവരും നഗ്നരായി നാളെ ഭക്ഷണയുടെ മുറ്റത്തേക്ക് ഓടി നടക്കുകയാണ്. ഭയമാണ് റബ്ബേ, ഞാൻ നരകത്തിലേക്കാണോ പോവുക? റബ്ബേ, നാളെ ഞാൻ സ്വർഗ്ഗത്തിന്റെ ആരാമത്തിലേക്കാണ്
ഓരോ അടയാളങ്ങളെന്ന് കാണിക്കാം. നമ്മളിന്ന് റോട്ടിലൂടെ ഒരു കടയിൽ ചെയ്തിട്ട് എന്ത് സാധനം എടുത്താലും ഇന്ന് നമ്മൾ കടയിലൊക്കെ വെക്കുന്ന CCTV നമ്മുടെ വീട്ടിലൊക്കെ വെക്കാറുണ്ട്. കള്ളം വന്നോ കള്ളൻ എന്ത് എടുത്തു കൊണ്ടുപോയോ ഇതൊക്കെ അതിൽ കാണാം. 4 മൂലയിലും CCTV അല്ലേ? കടയിലും വെക്കും. ഇന്ന് വെക്കാത്ത ആരും ഉണ്ടാവില്ല. കള്ളന്മാരെ ശല്യമുണ്ട്. ആരാന്ന് കൊണ്ടുപോകുന്നത് നമുക്കറിയണം. ഒരുപാട് CCTVകളൊക്കെ നമ്മുടെ കടയിലും വീടിലും പല സ്ഥാപനങ്ങളിലുമായി നമ്മൾ വെക്കാറുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഓരോരുത്തർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. CCTVയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ പിന്നീട് നമുക്കത് കാണാൻ സാധിക്കും. നമുക്കത് നേരാവണ്ണം അത് കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെയാണ് റബ്ബ് നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും തിന്മയും ഒക്കെ അല്ലാഹു അത് റെക്കോർഡ് ചെയ്യും. വലത് ഭാഗത്തൊരു മലക്കുണ്ട്, ഇടത് ഭാഗത്തൊരു മലക്കുണ്ട്. ഈ മലക്ക് നാളെ എഴുതി വെക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. പക്ഷേ അവര് നമ്മൾ നന്മ ചെയ്താൽ നോട്ടിൽ എഴുതി വെക്കോ, ഇതിന്റെ പേജ് തീരില്ല, ഇതിന്റെ GB എവിടുന്ന് ഫുള്ളാകില്ല, മെമ്മറി ഫുള്ളാവില്ല, അത്രക്കുണ്ട്. ഇനി TB അല്ല, 1000 TB അല്ല, എത്ര 1,00,000 TB ആയാലും, എത്ര TB ആയാലും ഇത് ഫുള്ളാകൂല. നമ്മൾ എന്ത് ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്യപ്പെടും എന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് മുഅ്മിനെ നാളെ നമ്മൾ നഗ്നരായി പോകും, ഓടി നടക്കുമത്രേ. അതുകൊണ്ടാണ് ആയിഷ ബീവി ചോദിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകനെ എങ്ങനെയാണ് നഗ്നരായി പോകുക? ആണും പെണ്ണുല്ല നബിയേ. ആട് തന്റെ പെണ്ണിനെ നോക്കില്ല നബിയേ, പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കില്ല നബിയേ, പെണ്ണ് തന്റെ ആണിന്റെ ഔറത്തിലേക്ക് നോക്കില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിക്കുമ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ ഈ പറയുന്ന ആണും പെണ്ണുമുണ്ട്, നഗ്നരായിട്ടാണ് മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുക. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മാറിയും നോക്കൂല. അതിന് ടൈമില്ല ആയിഷ. അവിടുന്ന് ഒരാളെ നോക്കാനുള്ള ടൈമില്ല. എല്ലാവരും അവരുടെ കാര്യമായി മുന്നോട്ട് പോവുക എന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പോകണം. അർശിന്റെ തണൽ നമുക്ക് വേണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉണ്ടാകും, വെളുത്തൂരുണ്ടാകും, കറുത്തൂരുണ്ടാകും, എല്ലാ ആളുകളുണ്ടാകും, അബൂജഹലുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അവരുടെ ഒന്നും കൂടെ നിൽക്കാതെ നേരാവണ്ണം നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ, അന്ത്യനാളിൽ നാളെ മഹ്ശറയുടെ മുറ്റത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാപ്പാനെ, തന്റെ പിതാവിനെ കാണുമത്രേ. പിതാവുമായി കൂടിക്കാഴ്ച നടത്തും. അതുകൊണ്ട് പിതാവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോ പിതാവിന്റെ മുഖത്ത് കറുത്ത അടയാളമുണ്ടാകും, പൊടി പിടിച്ചിട്ടുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പിതാവിനോട് ചോദിക്കും, എന്നോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എന്നവിടുന്ന് ചോദിക്കുന്ന ടൈമിൽ അദ്ദേഹം പറയുമത്രേ, ഇന്ന് ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ല. അതിനുശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബിനോട് പറയുകയാണ്, റബ്ബേ അല്ലാഹുവേ, എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നാളെ മഹ്ശറയുടെ മുറ്റത്ത് എന്നെ നാളെ അന്ത്യനാളിൽ അപമാനിക്കുകയില്ല എന്ന് എന്നോട് വാഗ്ദാനം നൽകിയിട്ടില്ല റബ്ബേ. അതുകൊണ്ട് എന്റെ പിതാവ് നശിക്കുക എന്നത് ഇന്നത്തേക്കാൾ എനിക്ക് വലിയ ഒരു അപമാനം, ഇതിനേക്കാൾ വലിയ ഒരു അപമാനം എനിക്കില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയുമ്പോ റബ്ബ് പറയുകയാണ്, യാ ഇബ്രാഹിമേ, നിന്റെ പിതാവിന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമില്ല, അവർക്ക് നരകമാണ്. അതുകൊണ്ട് അവർ നരകത്തിലാണെന്ന് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ കുറിച്ചിട്ട് പിതാവിന് വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുമെന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ നേരാവണ്ണം നമുക്ക് മരിക്കണം. അല്ലാഹു കാണിക്കാതെ രക്ഷിക്കട്ടെ.